ഹലോ സുഹൃത്തുക്കളെ, പാലക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഓസ്ട്രേലിയയിലെ പ്രസിദ്ധമായ ഒരു വെള്ളച്ചാട്ടം കാണാനാണ്. വാട്ടർഫാൾ ഗള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ഓസ്ട്രേലിയ സൗത്ത് ഓസ്ട്രേലിയ അഡിലെയ്ഡിൽ നിന്നും ഒരു 50 കിലോമീറ്റർ ദൂരെയാണ് ഈ സ്ഥലം. രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. പോകുന്ന വഴി ഉള്ള കാഴ്ചകളും അവിടെ ചെന്നതിന് ശേഷമുള്ള കാഴ്ചകളും നമുക്ക് കാണാം. അപ്പോൾ അല്പം പെട്രോൾ അടിച്ചിട്ട് പോകാമെന്ന് കരുതി പമ്പിലേക്ക് നമ്മൾ രാവിലെ തന്നെ എത്തി. ഇവിടെ പെട്രോൾ അടിക്കുന്നത് നമ്മൾ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ തന്നെ ഇറങ്ങി നമുക്ക് ആവശ്യത്തിന് പെട്രോൾ അടിക്കുകയാണ് ഇവിടുത്തെ ഒരു രീതി. പെട്രോളിൻ്റെ വിലയൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 100 ലിറ്റർ പെട്രോളിൻ്റെ വിലയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാ പമ്പിലും ഈ സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ട്രാഫിക് സിഗ്നലിലാണ് ഈ പമ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ട്രാഫിക് സിഗ്നലിൽ നിൽക്കുമ്പോൾ കാണാവുന്ന ഒരു വ്യത്യസ്തമായ കാഴ്ചയെന്ന് പറയുന്നത് റോഡിൽ വണ്ടികൾ നിർത്തിയിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ വാഹനങ്ങൾ തമ്മിലൊക്കെ കൃത്യമായ അകലം പാലിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. എല്ലാ വാഹനങ്ങളും തമ്മിൽ 4 വശങ്ങളിലേക്കും, ഓരോ വാഹനത്തിൻ്റെയും 4 വശങ്ങളിലേക്കും കൃത്യമായ അകലം പാലിച്ചിരിക്കുന്നു. ആരും അതിനിടയ്ക്കൂടെ നുഴഞ്ഞു കയറുകയോ തിരക്ക് കൂട്ടുകയോ ബഹളം വയ്ക്കുകയോ ഹോണടിക്കുകയോ പോലും ചെയ്യുന്നില്ല. അത്ര ചിട്ടയായ ഒരു രീതിയാണ് ഇവിടെ എല്ലാവരും ഫോളോ ചെയ്യുന്നത്, എല്ലാവരും പാലിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ ഏറ്റവും സൈഡിലൂടെ 1-2 വാഹനങ്ങൾ കടന്നു വരുന്നത് ഫ്രീ ലെഫ്റ്റ് കടന്നു പോകാനുള്ള സ്പേസാണ്. അതിനുവേണ്ടി അത് ഒഴിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ഫ്രീ ലെഫ്റ്റായിട്ട് കയറി പോകാനുള്ളൊരു ട്രാഫിക് സിസ്റ്റം കൂടി ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ അവർ സൈഡ് ഒഴിച്ചിട്ടിരിക്കുന്നത്. അവിടെ പോലും ആരും തിരക്ക് കൂട്ടി ഹോണടിച്ച് ഇടിച്ച് കയറിയൊന്നും വരുന്നില്ല. അവിടെ നമ്മൾ യാത്ര തുടരുകയാണ്. കുറേ അധികം ദൂരം വളരെ മനോഹരമായ റോഡിലൂടെ യാത്ര ചെയ്താണ് നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നത്. ആ പോകുന്ന വഴികളിലെല്ലാം ഈ റോഡുകളിലെ ഒരു സിസ്റ്റം, ചിട്ടയായ സിസ്റ്റം നമുക്ക് അതിശയിപ്പിക്കുന്ന തരത്തിലുള്ളൊരു സിസ്റ്റം ഇവിടെ ഫോളോ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റോഡുകളൊക്കെ വശങ്ങളൊക്കെ ഞാൻ മുൻപ് പല വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ നല്ല മരങ്ങളൊക്കെ വെച്ച് നല്ല ഭംഗിയായി ചിട്ടയായി ക്രമീകരിച്ച് വെച്ചിരിക്കുന്ന വൃക്ഷങ്ങൾ, അത് പരിപാലിക്കപ്പെടുന്ന വൃക്ഷങ്ങൾ, വൃത്തിയുള്ള തെരുവീഥികൾ, റോഡുകൾ, റോഡ് വക്കുകൾ, ട്രാഫിക് സിസ്റ്റം, ട്രാഫിക് പാലനത്തിൻ്റെ ഒരു വളരെ മാന്യതയും പക്വതയുമുള്ള ഒരു രീതി, ഇതൊക്കെ നമുക്ക് ഓസ്ട്രേലിയയിലെ തെരുവീഥികളിൽ കാണാൻ കഴിയുമെന്നുള്ളത് ഈ നാടിൻ്റെ വളരെ വലിയൊരു പ്രത്യേകതയാണ്. അതെല്ലാവരും പാലിക്കുകയും ചെയ്യുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ തെരുവീഥികളെല്ലാം വളരെ മനോഹരമാണെന്ന് ഞാൻ എടുത്തു പറയുന്നതിന് കാരണം നമ്മൾ ഏത് ഭാഗത്ത് നോക്കിയാലും ഈ വളരെ സുന്ദരമായ തരത്തിൽ പരിപാലിക്കപ്പെടുന്ന തെരുവീഥികളും തെരുവോരങ്ങളും സമീപത്തായിട്ട് റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ടും വെച്ച് നട്ടു വളർത്തിയിരിക്കുന്ന വൃക്ഷങ്ങളും മനോഹരമായ ചില അവസരങ്ങളിൽ പൂമരങ്ങളും, ഇതൊക്കെ ഇതിൻ്റെ പൂക്കാലമാകുമ്പോൾ നല്ല പൂക്കളൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള മരങ്ങളൊക്കെയാണ്. അതുപോലെ വ്യത്യസ്തമായ പല വെറൈറ്റിയിൽപ്പെട്ട വൃക്ഷങ്ങളൊക്കെ ഇവിടെ റോഡ് വക്കുകളിൽ സംരക്ഷിച്ച് നട്ടു വളർത്തുന്നുണ്ട്. നമ്മളിത് വളരെ ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങൾ, നമ്മുടെ നാട്ടിലേക്ക് ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിലേക്ക് എന്നതിന് സമാനമായൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെയാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ഇതൊരു ഒരു മലയോര പാത കയറി മലയോര പാത താണ്ടി പോകുന്നത് പോലെയുള്ള റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഈ റോഡിൻ്റെ ഇരുവശങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഈ യൂറോപ്പിലെ മരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള വളരെ ഉയരത്തിലുള്ള മരങ്ങൾ, ഇലയൊന്നുമില്ലാതെ നിൽക്കുകയാണ്. ഇപ്പോൾ മഞ്ഞുകാലമായതുകൊണ്ട് ഇലകളൊക്കെ പൊഴിഞ്ഞ് നിൽക്കുകയാണ്. ഇനി 1-2 മാസം കഴിയുമ്പോഴത്തേക്ക് മാത്രമേ ഇതിന് തളിർപ്പൊക്കെ ഉണ്ടായി പൂർണ്ണമായ പച്ചപ്പിലേക്കും പുഷ്പ അലങ്കൃതമായ തരത്തിലേക്ക് മരങ്ങൾ പരിണമിക്കുകയുള്ളൂ. അതുവരെ മരങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പൂവും ഇലയും ഉണ്ടാകാനായിട്ട് തയ്യാറെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വളരെ ദീർഘമായൊരു മലയോര പാതയിലൂടെയാണ് ഇവിടേക്ക് എത്താൻ പോകുന്നത്. ഇപ്പോൾ ഈ കാണുന്ന വാഹനങ്ങളൊക്കെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളുടെ വാഹനങ്ങളാണ് ഇവിടെ ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഊഹിക്കാൻ കഴിയും ഇവിടെ എത്രമാത്രം ആളുകളാണ് വന്നു പോകുന്നത്, എത്രമാത്രം ശ്രദ്ധേയമായ വളരെ മനോഹരമായ ഭംഗിയുള്ള ഒരു പ്രദേശമാണ് ഇത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ വാഹനങ്ങളുടെ പാർക്കിംഗ് ഏരിയ
വാഹനങ്ങളെല്ലാം നിർത്തിയിട്ടിരിക്കുന്നു. അവിടെ നൂറുകണക്കിന് വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നു. ശരിക്കൊരു മലയടിവാരത്തിൻ്റെ ഭാഗമാണ്. നല്ല ഉയർന്ന മലകളും ഇരുവശങ്ങളും വലിയ ചെങ്കുത്തായ മലകളും ഒക്കെയാണ്. അതിൻ്റെ താഴ്വാരമാണ് ഈ കാണുന്നത്. ഈ താഴ്വാരത്തിലൂടെ ഒഴുകുന്നൊരു ചെറിയ തോട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ തോടാണ് ഇവിടുത്തെ മെയിൻ പ്രധാന ആകർഷണം. ഇത് വളരെ ഉയരത്തിൽ നിന്നും ഒഴുകി വന്ന് ഒരു താഴ്വരയിലേക്ക് പതിച്ചതിന് ശേഷം അവിടുന്ന് ഈ തോടായിട്ട് ഒഴുകി വരികയാണ്. ഇരുവശങ്ങളിലും കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് വളരെ നല്ല ഉയർന്ന പ്രദേശമാണ്. ഹൈ റേഞ്ചിന് സമാനമായ കുന്നിൻ പ്രദേശമാണ്. ഇവിടെ സഞ്ചാരികൾക്ക് വന്ന് ഉല്ലസിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. മെയിനായിട്ട് പാർക്കിങ്ങാണ്. ഇവിടെ വാഹനങ്ങൾ എത്ര അധികം വന്നാലും ഇവിടെ പാർക്ക് ചെയ്യുന്നതിനുള്ള ക്രമീകരണമൊക്കെ ഈ തോടിൻ്റെ ഇരുവശങ്ങളിലായും പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ആയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തോട് ഒക്കെ നമ്മൾ കാണുമ്പോൾ ഒരു സാധാ ചെറിയ തോടാണ്. ഒരു തോട് പോലും എത്രത്തോളം ടൂറിസ്റ്റ് പ്ലേസ് ആക്കി പരിണമിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് എടുത്തു പറയാതിരിക്കുക വയ്യ. ഇവിടെ ചില ഹോട്ടലുകളും ആളുകൾ വന്ന് താമസിക്കാൻ പറ്റിയ റിസോർട്ടുകളുമൊക്കെ നിരവധിയായി പ്രവർത്തിക്കുന്നുണ്ട്. വാഹനങ്ങൾ ഇവിടെ വരെ മാത്രമാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. അതിനാണ് 2 തൂണുകൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നതിന് ശേഷം മുന്നോട്ടുള്ള ഭാഗം നമുക്ക് നടന്നു എന്ന് കാണാനുള്ള തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ തോടിൻ്റെ ഇരുവശങ്ങളിലും റോഡും കൈവരികളും ക്രമീകരിച്ചിരിക്കുന്ന ആളുകൾക്ക് സഞ്ചാരികൾക്ക് ഒന്ന് കയറുന്നതിനും കാണുന്നതിനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഈ നിർമ്മിതിയൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. വെറുതെ മണ്ണിൽ നിന്ന് ഇളക്കിയെടുക്കുന്ന കല്ലുകൾ ഉപയോഗിച്ച് എന്നാൽ വളരെ ഭംഗിയായി കൽക്കെട്ടുകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നു. അതിന് മുകളിൽ കാണുന്നതൊരു റിസോർട്ട് ആണ്. ഒരു ഉട്ടോപ്യ എന്ന പേരിൽ ഉള്ള ഒരു റിസോർട്ട് കം ഹോട്ടലാണിത്. അപ്പോൾ ഈ അരുവിയാണ് ഇവിടുത്തെ ഒരു ആകർഷണം. ഈ അരുവിയുടെ തുടക്കം ആണ് ഏറ്റവും ആകർഷകമായ ഒരു ഭാഗം എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ ഇവിടെ പുൽത്തകിടികളും ഇരുന്ന് വിശ്രമിക്കാനുള്ള ചെറിയ കോട്ടേജുകളുമൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അല്പം കൂടെ മുന്നോട്ട് കയറി പോകുമ്പോൾ ഈ അരുവിയുടെ താഴ്വാരത്തിൽ നമ്മൾ എത്തിച്ചേരുകയാണ്. ഇപ്പോൾ നമ്മൾ അകലെ കാണുന്ന ഈ ദൃശ്യങ്ങളാണ് ഈ വെള്ളച്ചാട്ടം. യഥാർത്ഥത്തിൽ വെള്ളച്ചാട്ടം നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഒരു 50 മീറ്റർ എങ്കിലും ഉയരത്തിൽ നിന്ന് ആ വെള്ളം ചെങ്കുത്തായ പാറയിലൂടെ താഴേക്ക് വന്ന് പതിക്കുന്നു. അവിടെ ഒരു ചെറിയ തടയണ നിർമ്മിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ തടയണയ്ക്ക് ഈ വെള്ളം വന്ന് വീഴുന്നിടത്തുനിന്ന് ഈ തടയണ നിർമ്മിച്ചിരിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ വെള്ളം ധാരാളമായി കെട്ടി നിൽക്കുകയാണ്. അത് വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. അപ്പോൾ അതിന് കെട്ടി നിർത്തിക്കുന്ന ഒരു ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അപ്പോൾ ബണ്ട് കവിഞ്ഞ് വെള്ളം നല്ല തെളിനീരുറവയായി വെള്ളം താഴേക്ക് ഒഴുകി വരുന്നു. നിരന്ന് പരന്നൊഴുകുന്നതിനുള്ള തരത്തിലുള്ള നിർമ്മിതികളൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ധാരാളം ആളുകൾ ഇത് കാണുന്നതിനും ഇവിടെ ഫോട്ടോഷൂട്ട് എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനൊക്കെ ആയിട്ട് നിരവധി ആളുകൾ, ടൂറിസ്റ്റുകൾ വന്നു പോകുന്നുണ്ട്. അവരുടെ വാഹനത്തിരക്കിൽ നമുക്ക് മനസ്സിലാകും ഇവിടെ എത്രയധികം ആളുകൾ വന്നു പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ മുകളിൽ നിന്ന് പതിക്കുന്ന ആ ജലം ഇവിടെ ആ ബണ്ടിൽ നിറഞ്ഞതിന് ശേഷം അവിടുന്ന് കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകി വരുന്ന സുന്ദരമായ കാഴ്ചയാണ്. വളരെ നയന മനോഹരമായ കാഴ്ചയാണ്. ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ജലസ്രോതസ്സുകൾ എത്രത്തോളം പ്ലാനിങ്ങോടുകൂടി ഡിസൈൻ ചെയ്ത് ഇത്തരത്തിലുള്ള ടൂറിസ്റ്റ് സന്ദർശന സ്ഥലങ്ങളാക്കി മാറ്റാൻ കഴിയും എന്നുള്ളത് ഞാൻ ആലോചിച്ചു പോയി. കാരണം നമ്മുടെ നാട്ടിലേക്ക് ഇത് വളരെയധികം സോഴ്സുകൾ ഉള്ള ഒരു മേഖലയാണ് എന്നുള്ളതുകൊണ്ട് ഇവിടെയൊക്കെ തികച്ചും നാച്ചുറലായിട്ടുള്ള സ്റ്റോണുകൾ അടുക്കി വളരെ ലളിതമായ നിർമ്മിതികളിലൂടെയാണ് ആളുകൾക്ക് കയറി പോകുന്നതിനും സുരക്ഷിതമായ വേലിയോടുകൂടി ഈ വെള്ളച്ചാട്ടം കാണുന്നതിനും ദൃശ്യമാകുന്നതിനുമൊക്കെ ദർശിക്കുന്നതിനൊക്കെ ഉള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇത് വളരെ ചെങ്കുത്തായ പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും സുരക്ഷാ മുൻകരുതലുകളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് കാണാം. വെള്ളം കുറവായതുകൊണ്ടൊക്കെയാണ് താഴെയൊക്കെ ഇറങ്ങാൻ അനുവദിക്കുന്നത്. കൂടുതൽ വെള്ളമുള്ളപ്പോൾ താഴേക്ക് ഇറങ്ങി നടക്കാനൊന്നും അനുവാദമില്ല. അവിടെയൊക്കെ വേലികൾ, ഫെൻസിങ് നിർമ്മിച്ചിട്ടുണ്ട്. വളരെ സുരക്ഷിതമായ തരത്തിൽ ഉള്ള ഫെൻസിങ്ങാണ് ഈ തോടിൻ്റെ ഇരുവശവും റോഡിൻ്റെ അതിരുകളിലായി തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഭയരഹിതമായി ഇത് കാണുവാനായിട്ടും ഇവിടെ സന്ദർശിക്കുവാനായിട്ടും
ടൂറിസ്റ്റുകൾക്ക് സാധിക്കുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. വീണ്ടും നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന അത്രയും ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളം വന്ന് പതിക്കുന്നത്. അതിനുശേഷം മനോഹരമായി ഒരു തടാകം പോലെ അവിടെ ആ വെള്ളം മുഴുവനും കെട്ടി നിന്നതിന് ശേഷം അവിടെ നിന്ന് കവിഞ്ഞ് ഒഴുകുന്ന വെള്ളമാണ് താഴെ നമ്മൾ അല്പം മുമ്പ് ദൃശ്യങ്ങളിൽ കണ്ട അരുവി തോട് ആയിട്ട് ഒഴുകി വെള്ളം താഴേക്ക് കടന്നു പോകുന്നു. ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് നടന്നു പോകാനായിട്ടുള്ള വഴിയാണ്. മുകളിലേക്ക് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് വാഹന ഗതാഗതം ഇവിടെ അനുവദിച്ചിട്ടില്ല. ഇവിടെ മുകളിലേക്ക് നടന്നു പോകുന്നതിനുള്ള ഒരു പാത ക്രമീകരിച്ചിട്ടുണ്ട്. ഈ പാതയൊക്കെ വളരെ ചെങ്കുത്തായ നമ്മുടെ നാട്ടിലെ ഹൈ റേഞ്ചിന് സമാനമായ അല്ലെങ്കിൽ അതിലും വളരെ സ്റ്റീപ്പായിട്ടുള്ള ഒരു മലയുടെ ഭാഗമാണ് ഈ കാണുന്നത്. ഇതിൽ നടന്നു കയറി പോകുന്നതിനുള്ള കാൽനട യാത്രയ്ക്കുള്ള ക്രമീകരണമാണ് ഇവിടെയൊക്കെ സജ്ജമാക്കിയിരിക്കുന്നത്. അവിടെയെല്ലാം കൃത്യമായി പടവുകളും ഫെൻസിങ്ങുമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. സഞ്ചാരികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് അത്തരത്തിൽ ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും, വളരെ പാറയിടുക്കുകൾ വെട്ടി പാതയൊരുക്കിയിരിക്കുന്ന വഴികളാണ് ഇതെല്ലാം. ഇവിടെ നിന്നൊക്കെ ആളുകൾ വന്ന് നിന്ന് കണ്ട് ആസ്വദിച്ചാണ് കടന്നു പോകുന്നത്. ശരിക്കും വളരെ കുത്തനെയും ഉള്ള ഉയരത്തിലുള്ള സ്റ്റീപ്പായിട്ടുള്ള കുന്നിൻ പ്രദേശം വെട്ടിയിറക്കി ആണ് വഴികൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ പാറയിൽ വഴി നിർമ്മിക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ കൃത്യമായ തട്ടുകൾ ക്രമീകരിച്ചിട്ട് അവിടെ പാത ക്രമീകരിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ശരിക്കും എയറിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഈ വെള്ളം നേരെ കുത്തനെ താഴെ നമ്മൾ ആദ്യം കണ്ട ആ വെള്ളം പതിക്കുന്ന ആ തടാകത്തിലേക്ക് വെള്ളം കെട്ടി നിർത്തുന്ന ആ ഭാഗത്തേക്ക് വെള്ളം നേരെ പതിക്കുന്നത് കാഴ്ച നമുക്ക് കാണാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു 50 മീറ്ററെങ്കിലും ഉയരത്തിലാണ് ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് തുടങ്ങുന്നതല്ല, ഈ കുത്തനെയുള്ള വെള്ളച്ചാട്ടം തുടങ്ങുന്നത്. അപ്പോൾ അവിടെയൊക്കെ പാത ക്രമീകരിച്ചിട്ടുണ്ട്. നടന്ന് കയറി പോകുന്നതിനും കാണുന്നതിനുമുള്ള പാത ക്രമീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതെല്ലാം കൃത്യമായി സുരക്ഷാ വേലികളും ഫെൻസിങ്ങൊക്കെ കൃത്യമായി ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് മുകളിലേക്ക് കുറച്ചുകൂടെ പോയി കഴിയുമ്പോൾ അതിൻ്റെ സോഴ്സ് ഉള്ളത്, ഈ ജലസ്രോതസ് തുടങ്ങുന്നത്. അപ്പോൾ ആ സ്രോതസ്സിലേക്ക് ചില ആളുകൾ അത് കാണാനായിട്ട് കടന്നു പോകുന്നുണ്ട് എങ്കിൽ പോലും ഇതിൻ്റെ ആവേശകരമായ കാഴ്ച തുടങ്ങുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഉയരമുള്ള പ്രദേശത്ത് നിന്ന് താഴേക്ക് വെള്ളം പതിക്കുന്നതിൻ്റെ കാഴ്ചകളാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, വളരെ റിസ്ക് എടുത്ത് മാത്രം കയറിപ്പോകാൻ പറ്റുന്ന കുന്നിൻ്റെ മുകൾ ഭാഗത്തേക്ക് പാത വെട്ടിയൊരുക്കി അവിടെ നിന്ന് കാഴ്ചകൾ കാണുന്നതിന് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനും വേണ്ടി ഉള്ള സജ്ജീകരണം അവിടെ ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. അപ്പോൾ എത്രമാത്രം മലയിടുക്കാണെങ്കിലും മലയുടെ ഉയർന്ന പ്രദേശമാണെങ്കിൽ പോലും അതെങ്ങനെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നു എന്നുള്ള ഒരു ശ്രദ്ധേയമായ ഒരു പോയിൻ്റ് കൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലേക്കുള്ള ഇത്രയും ഉയർന്ന വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലേക്കൊക്കെ കടന്നു കയറുക എന്ന് പറയുന്നതൊന്നും, അതിനുള്ള പാതയൊരുക്കുക എന്ന് പറയുന്നതും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഒരു ടൂറിസം സ്പോട്ട് എത്രത്തോളം വളരെ ആശയപരമായി വളരെ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇത് ക്രമീകരിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. വീണ്ടും നമ്മൾ താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഉയരം, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരം, ആ പതിക്കുന്ന കുത്തനെയുള്ള ആ പൊസിഷനൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അവിടുന്ന് നമ്മൾ ആദ്യം കണ്ട ഈ ബണ്ട് കവിഞ്ഞ് മുകളിൽ നിന്ന് വെള്ളം വന്ന് പതിച്ച് ആ ബണ്ട് നിറഞ്ഞ് കവിഞ്ഞ് അതിനുശേഷം ആ അരുവിയുടെ തുടർച്ചയായി ഒഴുകി വെള്ളം താഴേക്ക് പോകുന്ന മനോഹരമായ കാഴ്ച. ഈ തോടിൻ്റെ അല്ലെങ്കിൽ അരുവിയുടെ ഇരുവശങ്ങളിലും നല്ല റോഡുകളും കൈവരികളും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നു. ആളുകൾക്ക് വരുവാനും കാണാനും ഒക്കെ സുന്ദരമായൊരു സ്ഥലമാണ്. നല്ലൊരു ടൂറിസം സ്പോട്ടാണ്. ഓസ്ട്രേലിയയിലെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.